ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ RAV4 ഞാനിപ്പോൾ വണ്ടി മേടിച്ചിട്ട് ഒരു വർഷവും ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് 50,000 കിലോമീറ്റർ നമ്മൾ ബ്രാൻഡ് ന്യൂ വണ്ടി മേടിച്ചാണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജ് ചോദിക്കാറുണ്ട്, ബ്രോ വണ്ടി എങ്ങനെയുണ്ട്, ഹൈബ്രിഡ് വണ്ടി എടുത്തിട്ട് മെച്ചമുണ്ടോ, പിന്നെ ഇതിൻ്റെ സർവീസും കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ സർവീസ് കഴിഞ്ഞ് ഇറക്കിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അത് നമ്മുടെ 50,000 കിലോമീറ്റർ ഓടിയ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. ഇത് നിലവിൽ കിടക്കുന്നത് വിൻഡർ ടയേഴ്സാണ്. നമുക്ക് 2 മാസം കൂടി ഇവിടെ മഞ്ഞായ കാരണം വിൻഡർ ടയേഴ്സ് കൊണ്ടുവരും. സാധാരണ സർവീസ് കൊടുത്ത് കഴിഞ്ഞ് തരുമ്പോഴത്തേനും അവർ വണ്ടിയൊക്കെ വൃത്തിയാക്കി തരാറുണ്ട്. പക്ഷേ ഇത്തവണ അവർ പറഞ്ഞു ഭയങ്കര മഞ്ഞാണ്, ടെമ്പറേച്ചേഴ്സ് ഭയങ്കര ലോ ആണ്, അതുകൊണ്ട് ഞങ്ങൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും അത് ഫ്രീസായി പോകണമെന്ന് പറഞ്ഞാൽ അവർ കഴുകി തന്നില്ല. ഇനി മഞ്ഞ് വേണോണ്ട് നമ്മളിപ്പോൾ കഴുകിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ന് കഴുകി പുറത്തിറങ്ങി ജസ്റ്റ് വരുമ്പോഴത്തേനും വീണ്ടും ഇതേ പരുവം, പ്രത്യേകിച്ച് വെള്ള കളർ കൂടെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് 50,000 കിലോമീറ്റർ അത് ഓടാൻ, അത്രയും ദൂരം ഓടാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊബർ ഓടുന്നതുകൊണ്ടാണ്. നമ്മുടെ സെക്കൻഡറി ഇൻകം പോലെയാണ് നമ്മളോട് ഊബർ ചെയ്യുന്നത്. വണ്ടിയുടെ ഉൾവശമൊക്കെ പറഞ്ഞ പോലെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഈ മഞ്ഞായാലും നമ്മൾ ഈ ഇങ്ങനത്തെ ബൂട്ടൊക്കെ ഇട്ട് കയറുമ്പോഴത്തേനും ഒരുപാട് മഞ്ഞും സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് അതിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ സർവീസ് ചെയ്തതിൻ്റെ ബില്ലുണ്ട്, ഇതാണ് നമ്മുടെ ബില്ല്. അപ്പോൾ ഈ സർവീസിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു വണ്ടിയുടെ ക്യാബിൻ എയർ ഫിൽറ്ററും അതുപോലെ തന്നെ എഞ്ചിൻ എയർ ഫിൽറ്ററും ഡേർട്ടിയാണ്, അപ്പോൾ അത് രണ്ടും മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 3 കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ടോട്ടൽ വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $281. അതായത് ഏറെക്കുറെ $300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ 6×3=18, ഒരു 18,000 റുപ്പീസാണ് നമുക്ക് ഓയിൽ ചേഞ്ചും പിന്നെ ഈ ക്യാബിൻ എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ സർക്കുലേറ്റിംഗ് എയർ ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഒരു ചെറിയ ഫിൽറ്റർ ഉണ്ടാവുക. അപ്പോൾ അത് ചേഞ്ച് ചെയ്തു. പിന്നെ ഈ എഞ്ചിൻ എയർ ഫിൽറ്ററും റിമൂവ് ചെയ്തിട്ടുണ്ട്, അത് പുതിയത് വെച്ച് വരും. ഇത്രയും സാധനങ്ങൾ ചെയ്താണ് ഇത്രയും കോസ്റ്റ് ആയത്. എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അവിടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഏർണിങ്സ് നാട്ടിലെ പോലെ അല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് മാത്രം. എന്നാലും നമ്മുടെ ഒരു $300 നമ്മുടെ ഒരു പേശയ്ക്ക് പോകുമ്പോൾ തന്നെ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ സാധാരണ ആൾക്കാർ ഇവിടുത്തെ മീൻസ് എന്താ പറയുക, അങ്ങനെ ഒരു ജോലി മാത്രം ചെയ്യുന്ന ആൾക്കാരൊക്കെ വണ്ടി മാക്സിമം ഒരു കൊല്ലം ഓടുന്നത് 20,000 to 25,000 കിലോമീറ്റേഴ്സൊക്കെ മാക്സിമം ഓടുള്ളൂ. നമ്മൾ ഈ ഊബർ ഓടുന്നതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകണം, ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരാളെ നമ്മൾ 8 കിലോമീറ്റർ അപ്പുറം ഡ്രോപ്പ് ചെയ്തു, പിന്നെ നമ്മൾ തിരിച്ച് ഒരു 4 കിലോമീറ്റർ വന്നാലേ നമുക്ക് അടുത്ത റൈഡ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ റൈഡിലല്ലാത്ത സമയത്തും ഇതുപോലെ ഒരുപാട് കിലോമീറ്റേഴ്സ് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടിയത്. ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഊബറൊന്നും ചെയ്യുന്നില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി മാക്സിമം ഒരു 10,000 to 15,000 കിലോമീറ്ററേ ഓടുകയുള്ളായിരുന്നു ഈ ഒരു വർഷം കൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 കിലോമീറ്റർ ആയി ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി, അതായത് 100 കിലോമീറ്റർ ഓടാനായിട്ട് 6.5 ലിറ്ററാണ് ഇതിനകത്ത് വരുന്ന നമ്മുടെ ഫ്യൂവൽ വരുന്നത്. പിന്നെ സമ്മറിലാകുമ്പോഴത്തേനും നമുക്ക് ഇതിരി കുറയും. ഈ 6.5 പെർ ലിറ്റർ എന്നുള്ളത് ഒരു 5.8 ഒക്കെയാണ് എനിക്ക് മാക്സിമം കിട്ടിയേക്കുന്നത്. 5.8 ലിറ്റർ പെർ 100 കിലോമീറ്റർ, അതായത് 100 കിലോമീറ്റർ ഓടാൻ 5.8 ലിറ്റർ പെട്രോൾ മതി. വിൻ്ററിൽ നമ്മൾ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിടും, അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേനും വണ്ടി വാമപ്പ് ആവാനും എഞ്ചിനൊന്ന് ചൂടാവാനും ഓയിലൊന്നും എല്ലാവരും സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കീയിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൽ ആപ്പ് ഉണ്ട്, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പുറത്തിറങ്ങി കയറുമ്പോഴത്തേനും വണ്ടി ഉള്ളിൽ ചൂടുണ്ടെങ്കിൽ രസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ആപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് വണ്ടി റണ്ണിങ് ആയിരിക്കും, 10 മിനിറ്റ് തന്നെ ഓഫ് ആവും. അതാണ് ഇതിൻ്റെ ഫീച്ചർ. 2 കൊല്ലത്തേക്ക് വണ്ടിയോട് ഫ്രീ ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ മന്ത്ലി പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വിൻ്റർ മന്ത്സുകൾ, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസത്തേക്ക് നമ്മൾ അതിന് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് വെച്ച് നമ്മളൊരു ദിവസം 2 പ്രാവശ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തരും. അതുകൊണ്ടാണ് ഈ ഫ്യൂവലിൻ്റെ ഒരു ഏകദേശം ഒരു ലിറ്റർ എടുത്ത് 5.8 എന്നുള്ള 6.5, 1 ലിറ്റർ ഇല്ല, ഒരു 800 മില്ലി ലിറ്റർ നമുക്ക് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട് വിൻ്റർ സമയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാലും സ്റ്റിൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. കാരണം ഹൈബ്രിഡ് അല്ലാത്ത RAV4ൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 to 10 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സാണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള മൈലേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫിനോളം കുറച്ച് കൂടുതൽ പെട്രോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സർവീസിൽ ഇതിനകത്ത് അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന സാധനങ്ങൾക്ക് എത്ര വിലയെന്നുള്ളത്. എഞ്ചിൻ ഓയിലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $60. അത് മാറാനായിട്ടുള്ള ലേബർ കോസ്റ്റ്, അതായത് മെക്കാനിക്കിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് ഒരു $47. അങ്ങനെ മൊത്തം ഓയിൽ ചേഞ്ച് നമുക്ക് വന്നത് $114. ഇത് ഞാൻ ടൊയോട്ടയിൽ ചെയ്യാൻ കാരണം വണ്ടി നിലവിൽ വാറണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് കൊടുത്താൽ എനിക്കൊരു $30 ചെയ്യുന്നത് സേവ് ചെയ്യാൻ പറ്റും. ഒരു $80 നമുക്ക് മൊത്തം ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ അത് വാറണ്ടീനെ ബാധിക്കുമല്ലോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സാധനം ഒഴിവാക്കിയത്. പിന്നെ ഇതിനകത്ത് വരുന്നത് സെക്കൻഡ് പേജിൽ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, അതിന് $50 അതിൻ്റെയും ഈ പറഞ്ഞ പോലെ ക്യാബിൻ ഫിൽറ്ററിന് $50. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് $200 തന്നെ അതിനായിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടിയിൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട്
ബ്രേക്ക് ലൈനിങ്സിന് വല്ല പ്രശ്നമുണ്ടോ, ടയേഴ്സിന് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞു തരും. ഇപ്പം നിലവിൽ ഇതിൽ പറഞ്ഞതിൽ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല, ബാറ്ററിയും ഗുഡാണ് എന്നുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. മൊത്തം ഒരു ടിക്ക് ഇട്ട് തരും എന്തൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്തു ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതാണ് വണ്ടിയുടെ ഇവിടുത്തെ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്ഥാനത്ത് എൻ്റെ പഴയ വണ്ടി ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ മസ്ദയുടെ ഷോറൂമിലൊന്നും ഞാൻ പോയില്ല, ഞാൻ ലോക്കൽ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് പഴയ വണ്ടി ആയതുകൊണ്ട് അതിന് സിന്തറ്റിക് ഓയിൽ വേണമെന്നില്ല, സെമി സിന്തറ്റിക് ഓയിലാണ് അതിനകത്ത് ചോദിക്കാറ്. അതിന് $50 എന്ത് ആവത്തുള്ളൂ, മൊത്തം ലേബർ കോസ്റ്റും ഓയിലിൻ്റെ പ്രൈസൊക്കെ അടക്കം. അപ്പോൾ അങ്ങനെ നമുക്ക് ലോക്കൽ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പൈസ ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടി വാറണ്ടി പീരീഡിലായതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം ചെയ്യാത്തത്. കാരണം ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താൽ നമുക്ക് കമ്പനിയിൽ തന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ക്ലെയിംസോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇച്ചിരി കൂടി യൂസ്ഫുൾ ആയിരിക്കും കമ്പനി എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി കമ്പനി തന്നെ വാറണ്ടി 3 years or 60,000 kilometers ആണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ എൻ്റെ ഏകദേശം ഒരു 1.5-2 മാസം കൊണ്ട് ഇത് 60,000 kilometer ആവും. അപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കണോ വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് അവർക്കൊരു ഡിസ്കഷൻ പോലെ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങൾ പറയാം. ഓൾമോസ്റ്റ് ഒരു ഇയർ നമുക്ക് ഇത് പുതുക്കി കിട്ടാൻ, എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാനായിട്ട് ഓൾമോസ്റ്റ് $600 to $700 വരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇയേഴ്സിൽ മേടിക്കാം, അതായത് 3 yearsന് വേണ്ടിയിട്ട് നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിലോമീറ്റേഴ്സ് ലിമിറ്റ് വെച്ച് മേടിക്കാം. മാക്സിമം അലൗഡ് ആയിട്ടുള്ള കിലോമീറ്റർ ലിമിറ്റ് അവർ പറഞ്ഞത് 200,000, അതായത് 2 ലക്ഷം കിലോമീറ്റർ വരെയാണ് അവർ ഈ എക്സ്റ്റൻഡ് വാറണ്ടി കവർ ചെയ്യുള്ളൂ. അതും അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷനാണ്, പവർ ട്രെയിൻ, എഞ്ചിൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും കവറാവും. ബാക്കി നമ്മൾ പുറത്തുനിന്നൊക്കെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുമ്പോഴത്തേനും ഒരു മെയിനായിട്ടുള്ള കമ്പോണൻസ്, അതായത് എഞ്ചിൻ, പവർ ട്രെയിൻ മാത്രമേ കിട്ടുള്ളൂ. ഇത് പക്ഷേ ബാക്കി ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും വാറണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ അടുത്ത പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് അതിന് വേണ്ടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെന്താ, അപ്പോൾ അത്രയ്ക്കാണുള്ളൂ വണ്ടിയുടെ സർവീസ്. ഇപ്പോൾ നോർമലി സാധാരണ ഓയിൽ ചേഞ്ച് മാത്രമേ വരാറുള്ളൂ. ഇതിപ്പോൾ 50,000 kilometer ആയതുകൊണ്ടാണ് ഈ എഞ്ചിൻ എയർ ഫിൽറ്ററും ക്യാബിൻ എയർ ഫിൽറ്ററും റീപ്ലേസ് ചെയ്യുന്നത്. അതേ ഒരു 50,000 kilometers ആണ് റെക്കമെൻഡ് ചെയ്തത്. ഡേർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റിക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കൊരു $114 എല്ലാ ഓയിൽ ചേഞ്ചിന് പറയാം. എല്ലാ 8,000 kilometersലാണ് നമ്മൾ വണ്ടി സർവീസ് ചെയ്യണം, ഓയിൽ ചേഞ്ച് ചെയ്യണതും. അപ്പോൾ അത്രയും കോസ്റ്റ് യൂഷ്വലി വരാറുള്ളൂ. പിന്നെ ഇങ്ങനെ എവറി ഇയർ അവർ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ലൈനേഴ്സ് ക്ലീൻ ചെയ്യും. ഇപ്പോൾ അടുത്ത സർവീസിൻ്റെ അടുത്ത് പറയുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് മൊത്തം എംപ്റ്റി ചെയ്ത് കളഞ്ഞിട്ട് പുതിയത് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലും മുന്നത്തെ സർവീസിന് അവർ പോയപ്പോൾ ഇതുപോലെ എന്താ പറയുക, ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞു അത് ബ്രേക്ക് ഫ്ലൂയിഡ് അല്ലായിരുന്നു, അത് നമ്മൾ ബ്രേക്ക് 4 വീലും അഴിച്ച് മൊത്തം ക്ലീൻ ചെയ്ത് തിരിച്ചിട്ടതാണ്. ബ്രേക്ക് ബ്ലീഡ് ചെയ്തോളൂ, അല്ലാണ്ട് ബ്രേക്ക് ഫ്ലൂയിഡിന് അന്നൊന്നും ചെയ്തില്ല. അപ്പോൾ അതിന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു $180 ഈ ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാനായിട്ട് അടുത്ത പ്രാവശ്യം സർവീസിൽ കോസ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സർവീസിൽ മിക്കവാറും എന്തായാലും അത് ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങനെ മേജറായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ കിലോമീറ്റേഴ്സ് കൂടുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പാർട്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് പണികളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതാണ് വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഫ്യൂവലിൻ്റെ കേസായി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വണ്ടിയുടെ പേയ്മെൻറ്റും പിന്നെ ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒന്നല്ലെങ്കിൽ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.